ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്ന് അപ്പം നിങ്ങളെ റിസൾട്ടൊക്കെ അറിഞ്ഞിരിക്കുന്ന സമയമായിരിക്കും അല്ലേ. ഒരുപാട് സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ടാവും. സോ പാസ്സായിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും കൺഗ്രാറ്റുലേഷൻസ്. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് +2 ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് +2 എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്, ആ +2 തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് +2ൻ്റെ കേസിൽ ഇത്രയേ ഉള്ളൂ, 3 സ്ട്രീംസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ് 3 സ്ട്രീമുകൾ വരുന്നുണ്ട്. ഇനി ഇത് ഒന്നും അല്ലാതെ തന്നെ VHSE എന്ന് പറഞ്ഞിട്ട് ഒരു സിലബസിൻ്റെ കീഴിൽ സയൻസ് പോലെ ഒരു കോഴ്സ് സ്ട്രീം നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ നിങ്ങൾ 4 സ്ട്രീംസിലും ഏത് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ +2 എടുക്കാൻ ഏത് സ്ട്രീം എന്നുള്ളത് ഉറപ്പിക്കാം. അപ്പം ഈ ഒരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പേര് സജഷൻസ് തരുന്നുണ്ടാവും അല്ലേ. നിങ്ങൾ ഏത് +2 എടുക്കണം എന്നുള്ളത് പാരൻസ് പറയുന്നുണ്ടാവും, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇങ്ങനെ പറയുന്നുണ്ടാവും, ഫ്രണ്ട്സ് പറയുന്നുണ്ടാവും. പല ആളുകളും നിങ്ങളുടെ അടുത്ത് പല സജഷൻസ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാമെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തരട്ടെ. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് ഏത് സ്ട്രീമിലേക്ക് പോകാനാണ് കുറച്ചുകൂടെ താല്പര്യമുള്ളതെന്ന്. അതായത് മിസ് ഒരു കാര്യം പറഞ്ഞു തരാം. ഹ്യൂമാനിറ്റീസ് എടുത്തതാണ് ഉണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഡിഗ്രികളും പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഇപ്പോഴേ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാനും അത് പഠിക്കാനും ഉള്ള ഒരു ഇൻട്രസ്റ്റും ഒരു ഇഷ്ടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളെല്ലാവരും നിങ്ങൾ ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനം എടുക്കണം. ഇപ്പോൾ സയൻസ് എല്ലാവരും പറയാറുണ്ട്, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, കളക്ടർ ആവണം, വക്കീലാവണം, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഈ ജോലിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്നതാണ് ഈ ഒരു 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം. നിങ്ങൾ ഏത് +2 എടുക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെട്ടിരിക്കും മുമ്പോട്ടേക്കുള്ള കാര്യങ്ങൾ. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു സ്ട്രീമുകളെ കുറിച്ചിട്ട് +2 വരുന്ന സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഈ 3 സ്ട്രീമുകളെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒരു ധാരണ മിസ് തരാം. നിങ്ങൾക്ക് സയൻസ് ആണ് എന്നുണ്ടെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഊർജ്ജതന്ത്രം, രസതന്ത്രം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ 10ാം ക്ലാസ്സിൽ പഠിച്ച് ഇപ്പോൾ പാസ്സായി നിൽക്കുമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് ഇത്രയും സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് സയൻസിൽ വരിക. ഇനി കൊമേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അക്കൗണ്ട്, ബിസിനസ് സ്റ്റഡീസ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, കോമൺ പേപ്പർ ആണ്, ഇംഗ്ലീഷ്, മലയാളം ഇത്രയും സബ്ജക്ട്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഇതല്ല ഹ്യൂമാനിറ്റീസ് ആണ് എന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് ഇതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ എല്ലാം നിങ്ങളുടെ കോമൺ ലാംഗ്വേജ് സബ്ജക്റ്റ്സ് ആണ്. അതായത് ഇംഗ്ലീഷ്, അതുപോലെ ഹിന്ദി, മലയാളം ഇതിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യുന്നുണ്ട് എന്നതിന് അടിസ്ഥാനപ്പെട്ടിട്ടിരിക്കും. അതായത് ചിലർ മലയാളമാണ്, ചില സ്റ്റുഡൻസ് ഹിന്ദി ആയിരിക്കും, ചിലവർ ഉറുദു ആയിരിക്കും. അങ്ങനെ ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ആണ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് എന്ത് തന്നെയായാലും നിങ്ങൾക്കൊരു സബ്ജക്റ്റായിട്ട് ഉണ്ടാവും. സോ ഇത്രയുമാണ് സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇനി ഈ സബ്ജക്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ. ചില സ്റ്റുഡൻസിന് സബ്ജക്റ്റ് കേട്ടാലേ അറിയാൻ പറ്റും. ഹിസ്റ്ററി പഠിക്കാൻ പറ്റില്ല എന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലും ഹ്യൂമാനിറ്റീസ് കയറി എടുക്കരുത്. കാരണം പോകെ പോകെ നിങ്ങൾക്ക് എന്താ പറയുക, മുന്നോട്ടേക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്ട്രീം സെലക്ട് ചെയ്യുന്നത് ഇപ്പോഴേ ആലോചിച്ച് മാത്രം ചെയ്യാം. ആരുടെയും സജഷൻസ് കേട്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ട് എടുക്കരുത്. നിങ്ങൾ അതിലെ സബ്ജക്ട്സും അതിൽ പഠിക്കാനുള്ള കാര്യങ്ങളെയും കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം അതിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം ഇപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് +2 ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ +2കാരുടെ റിസൾട്ട് വരുന്നത് മെയ് 21-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം +2 റിലേറ്റഡ് ആയിട്ട് +2 കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ കോഴ്സ് എടുക്കാം അങ്ങനെയുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സോ ഈ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇൻ കേസ് ഏതെങ്കിലും സബ്ജക്റ്റുകളിലൊക്കെ ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെ ഈ ഒരു സബ്ജക്ട്സ് എഴുതി ക്ലിയർ ചെയ്ത് എടുക്കണമെന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ, ഇംപ്രൂവ്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനും എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും ഒക്കെ അടുത്ത് തന്നെ ആയിട്ട് വരും. സോ ആ
സമയത്ത് നിങ്ങൾക്ക് അത് എഴുതി ക്ലിയർ ചെയ്യാനുള്ള ഒരു സെക്കൻഡ് ചോയ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും NIOS ബോർഡ് പോലെയുള്ള ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തുകൊണ്ട് 6 മന്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫെയിൽ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു SSLC വീണ്ടും എഴുതിയെടുത്ത് പാസ്സാവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നും ഒരു തടസ്സമല്ല. നിങ്ങൾ ക്ലിയർ ആയിട്ട് ചിന്തിക്കുക, എല്ലാത്തിനെ കുറിച്ചും ഒരു ധാരണ കിട്ടിയതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. സോ പാസ്സായിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ് പറയാണ്. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്